നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അക്ഷമയരായി കേരള ജനത ഒന്നാകെ ആരിനി ഭരിക്കുമെന്ന കാര്യം അറിയേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായില്ല. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന നിർണായക നിമിഷങ്ങളിൽ നാടകീയമായ വഴിത്തിരിവുകൾ കൂടി വരികയാണ്. ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇല്ലെന്ന വാർത്തയാണ് വരുന്നത്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികളായ ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ മാത്രമാണ് വിമാനത്തിലുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും KC വേണുഗോപാൽ അവസാന നിമിഷം പിന്മാറിയോ അതോ ഡൽഹിയിൽ വെച്ച് തന്നെ പ്രഖ്യാപനം നടത്തി സർപ്രൈസ് ഒരുക്കാനാണോ നീക്കമെന്നത് അണികളെയും നേതാക്കളെയും ഒരുപോലെ സസ്പെൻസിലാക്കുകയാണ്. കോൺഗ്രസ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്രയും രഹസ്യ സ്വഭാവത്തോടെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടക്കുന്നത്. നേരത്തെ ദേശീയ ഇംഗ്ലീഷ് മാധ്യമം KC വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പലവിധ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടന്ന ചർച്ചകളിൽ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിപ്പിച്ചതും എന്നാൽ നിരീക്ഷകർക്കൊപ്പം അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കാത്തതും പലവിധ വ്യാഖ്യാനങ്ങൾക്ക് വഴി തുറക്കുന്നുണ്ട്. 12 മണിക്ക് ഡൽഹിയിൽ വെച്ച് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ KC ഇല്ലാത്തത് VD സതീശൻ ക്യാമ്പിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ തുടരുന്നത് ഹൈക്കമാൻഡിലെ തന്നെ പദവിയിൽ കേന്ദ്രീകരിക്കാനാണോ അതോ മുഖ്യമന്ത്രി നിലയിൽ ഡൽഹിയിൽ നിന്നും തന്നെ സത്യപ്രതിജ്ഞ നടപടികളിലേക്ക് കടക്കാനാണോ എന്നതിലും വ്യക്തതയില്ല. എന്തായാലും ആകെ ആശയക്കുഴപ്പമാണ്. KC ആണോ, രമേശ് ചെന്നിത്തലയാണോ അതോ VD സതീശനാണോ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാവാണ്. സതീശനെ പിന്തുണയ്ക്കുന്ന ഘടകകക്ഷികളുടെ നിലപാടും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും ഈ മാറ്റത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. പഴയകാല ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ രീതികൾ മാറ്റി നിർത്തി ഹൈക്കമാൻഡ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്തവണ കണ്ടത്. രഹസ്യങ്ങൾ ചോരാതെ കാക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്ന് തന്നെ പറയണം. നിരീക്ഷകർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഇന്ദിരാഭവനിലെ യോഗത്തിൽ വെച്ച് മാത്രം പേര് വെളിപ്പെടുത്താനാണ് പദ്ധതിയെങ്കിൽ KCയുടെ അഭാവം വലിയൊരു രാഷ്ട്രീയ സന്ദേശമായി മാറും. തിരുവനന്തപുരത്ത് VD സതീശൻ ഇതിനകം എത്തിക്കഴിഞ്ഞു. എന്നാൽ KCയുടെ ഡൽഹിയിലെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസ് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. മുദ്രവെച്ച കവറിൽ ആരുടെ പേരാണുള്ളതെന്ന് നിരീക്ഷകർക്ക് പോലും കൃത്യമായി അറിയില്ല എന്നാണ് സൂചന. ഈ സസ്പെൻസിന് വിരാമമിടാൻ മണിക്കൂറുകൾ മാത്രം. ഈ ഘട്ടത്തിൽ സഭാകക്ഷി യോഗവും വൈകുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്നാണോ തിരുവനന്തപുരത്ത് നിന്നാണോ കേരളത്തിന്റെ പുതിയ നായകനെ പ്രഖ്യാപിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ, കോൺഗ്രസ് പ്രവർത്തകർ, ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്ത സാധാരണക്കാരായ ജനങ്ങൾ. അവർക്കറിയേണ്ടതുണ്ട് ആരാണ് തങ്ങളെ ഭരിക്കാൻ പോകുന്നതെന്ന്. മെയ് 4-ന് ഫലം വന്നതാണ്. തൊട്ടടുത്ത മണിക്കൂറുകളിൽ മുഖ്യമന്ത്രി ആരാകും എന്നത് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് ഉണ്ടായത്. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തനിക്ക് മുഖ്യമന്ത്രി പദവി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. തൊട്ടുപിറകെ രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റിയും തുടർച്ചയായി പിണറായി ഭരണ കാലഘട്ടത്തിൽ പ്രവർത്തകർക്ക് ഊർജ്ജം കൊടുക്കുകയും ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നയിക്കുകയും ചെയ്ത VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ വരുന്നു. അല്ലെങ്കിൽ ഇവർ പ്രവർത്തകർ ഇടയിൽ VD സതീശന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ഫ്ലെക്സി യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് തന്നെ എന്തായാലും തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.